Conrad DeFries with our Bible study today. ഇത് പാസ്റ്റർ കോൺറാഡ് ഡെഫ്രീസ് നിങ്ങളുടെ മുമ്പിൽ വേദപഠനവുമായി കടന്നു വരുന്നു. The title of the Bible lesson is How to be Led by the Spirit. ഇന്നത്തെ വേദപഠനം എന്നത് തലക്കെട്ടെന്ന് പറഞ്ഞാൽ എപ്രകാരമാണ് ആത്മാവിനാൽ നടത്തപ്പെടുവാൻ തക്കമിടയാകുന്നത്. The Holy Spirit works in two ways with every believer. ഏത് വിശ്വാസികളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് രണ്ട് തരത്തിലത്രേ അത് വെളിപ്പെട്ടു വരുന്നത്. One way is that he works on the inside of you to help you yourself as an individual. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾ എന്ന വ്യക്തിയുടെ ആയിരിക്കുന്ന ജീവിതത്തെ മാറ്റുവാൻ തക്കവണ്ണം നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുന്നു. The other way is he gives you power to minister to other people, the Spirit upon you. എന്നാൽ രണ്ടാമത്തെ വിഷയം, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് മറ്റുള്ളവരോട് ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണമുള്ള ശക്തി നൽകുന്നു. In John chapter 14 and verse 16, യോഹന്നാൻ 14-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, and I will pray the Father, and he will give you another comforter to abide with you forever. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. That is the Holy Spirit that is on the inside of every believer. ഏതൊരു വിശ്വാസിയുടെയും ഉള്ളിലെ ദൈവം തരുന്നതാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. In the book of Acts chapter 1 and verse 8, അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. it says, "You shall receive power after the Holy Ghost has come upon you." നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും എന്നവിടെ കാണുവാൻ സാധിക്കുന്നു. And you will be witnesses in Jerusalem, Judea, Samaria, and all over the world. യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ സാക്ഷികളാകും എന്ന് പറയുന്നു. That is talking about the Holy Spirit with the baptism of the Holy Spirit that gives you power to minister to others. അതാകുന്നു പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ സ്നാനം കഴിക്കുകയും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ പ്രാപിക്കുക എന്നൊക്കെ സാധിക്കുന്നു എന്ന് അവിടെ കാണുവാൻ പറ്റുന്നു. In this Bible lesson, we are going to focus only now upon the Holy Spirit that is on the inside of you. ഇന്നത്തെ ഈ വേദ പഠനത്തിൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുവാനും പഠിക്കുവാനും തക്കവണ്ണം പോകുന്നത്. This is the work of the Holy Spirit to lead you and to give you strength and to help you yourself personally. ഇത് നിങ്ങളുടെ ഉള്ളിൽ ഉള്ള പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബലം നൽകുവാനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്ര നിങ്ങളോട് സംസാരിക്കുന്നത്. In the book of 1 Thessalonians chapter 5 verse 23, 1 തെസ്സലോനിയർ 5-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, it says, "I pray your whole spirit, your soul, and your body be preserved blameless." അവിടെ വായിക്കുന്നു, ആത്മാവും പ്രാണനും ദേഹവും അശേഷം കാക്കപ്പെടുമാറാകട്ടെ എന്നാണ്. You are not three persons, but you have three parts in your life individually. ഇത് 3 വ്യക്തികളല്ല, ഇത് 3 ഭാഗങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ മേൽ ദൈവം നൽകിയിരിക്കുന്നത്. You are a spirit being, you have a soul, and you live in a body. നിങ്ങൾ ആത്മീയ വ്യക്തികളാണ്, നിങ്ങൾക്ക് ആത്മാവുണ്ട്, പ്രാണനുണ്ട്, നിങ്ങൾക്ക് ദേഹവുമുണ്ട്. Your spirit contacts the spirit realm. നിങ്ങളുടെ ആത്മാവ് ആത്മീയ തലത്തിലേക്ക് ബന്ധപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുന്നു. Your soul contacts the mental realm. നിങ്ങളുടെ പ്രാണൻ എന്ന് പറയുന്നത് നമ്മുടെ ബാഹ്യമായിരിക്കുന്ന ലോകത്തെ ചൂണ്ടിക്കാണിക്കുന്നു. And your body contacts the physical realm. നിങ്ങളുടെ ദേഹം എന്ന് പറയുന്നത് ശാരീരികമായിരിക്കുന്ന നിലവാരത്തെ ചൂണ്ടിക്കാണിക്കുന്നു.
Your soul is made up of your mind, your will, and your emotions. നിങ്ങളുടെ ദേഹി എന്ന് പറയുന്നത്, പ്രാൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടേതായിരിക്കുന്ന ചിന്താ മണ്ഡലങ്ങളുമാണ്. But we are going to deal only with the spirit part of you. You are a spirit being. എന്നാൽ ഇന്ന് നമ്മൾ നിങ്ങൾ ആത്മീയ തലത്തിലുള്ള നിങ്ങളുടെ ആത്മാവിനെ കുറിച്ച് അത്രേ നമ്മളൊന്ന് പഠിക്കുവാൻ തക്കോണം പോകുന്നത്. കാരണം നിങ്ങളൊരു ആത്മീയ In the സ്വഭാവമുള്ള book of വ്യക്തികളാണ്. Hebrews, chapter 4 and verse 12, എബ്രായർ 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ it says, the Word of God is alive, and it can separate, the Word of God can separate your soul from your spirit. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാകുന്നു. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ആത്മാവിനെ വേർതിരിപ്പാൻ തക്കോണം സാധിക്കുന്നുവെന്ന്. It is not very easy for us to separate our spirit from our soul. നമ്മുടെ പ്രാണനെ ആത്മാവിൽ നിന്നും ദൈവത്തിന്റെ വചനത്തിന് അത് വേർതിരിപ്പാൻ അത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. God speaks to us in many, many ways. ദൈവം വളരെ വ്യത്യസ്തമായ നിലവാരത്തിൽ കൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. He speaks in dreams, visions, angels, audible voice. Many ways God speaks to us. ദൈവം ദർശനങ്ങളിൽ കൂടെ, വെളിപ്പാടിലൂടെ, ദൂതന്മാരിൽ കൂടെ പല വിധത്തിലും ദൈവം നമ്മളോട് സംസാരിക്കുവാൻ തക്കോണം ഇടയാകുന്നു. But the number one way that he speaks to believers is with the inward witness. എന്നാൽ ഒന്നാമത്തെ കാര്യം എന്നാൽ ദൈവം നമ്മളോട് ഇടപെടുന്നത് നമ്മുടെ ഉള്ളിലെ വ്യക്തിയിൽ കൂടെയാണ്. I am going to describe to you how to identify the inward witness on the inside of you. നിങ്ങളുടെ ഉള്ളിലെ സാക്ഷ്യക്കാരനെ എങ്ങനെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. It is like an intuition or a prompting on the inside of you. അത് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു അന്തർജ്ഞാനം അല്ലെങ്കിൽ തിരിച്ചറിവ് തന്നെ ആയിരിക്കുന്നു. It is like you just know it. You know it on the inside of you and you have a peace about it. അത് പലപ്പോഴും നിങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് അത് തിരിച്ചറിയുവാൻ തക്കോളം സാധിക്കും. നിങ്ങൾക്കൊരു സമാധാനം, ഒരു സ്വസ്ഥത നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കോളം സാധിക്കും. It can be like something inside. You feel an urge. You feel a check. Do this or don't do this on the inside of you. പലപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഇത് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യേണ്ട എന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ചില പ്രക്രിയകൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കുവാൻ തക്കോളം സാധിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഉണരുവാൻ തക്കോളം സാധിക്കും. നിങ്ങളുടെ ഉള്ളിൽ ആരോ സംസാരിക്കുന്നത് പോലെ. It is not in your five senses. It's not in your emotions. അത് നിങ്ങളുടെ വികാരങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടേതായിരിക്കുന്ന ചിന്തകളിലോ പെടുന്ന ഒരു വിഷയമല്ല. But this is something in your heart, in your spirit. You feel an urging to do something or not do it. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കുന്ന ഒരു വികാരമാവുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കുന്ന വിഷയം ഇത് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യണ്ട എന്ന് നിങ്ങളുടെ ഉള്ളിൽ ആരോ പറയുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. The inward witness is not a spectacular something, but it is a supernatural something. നിങ്ങളുടെ ഉൾ മനുഷ്യൻ എന്ന് പറയുന്നത് എന്തെങ്കിലും വ്യത്യസ്തമായിരിക്കുന്ന ഒരു വിഷയമല്ല, വ്യക്തിയല്ല, എന്നാൽ അത് ശക്തമായിരിക്കുന്ന ഒരു ഇടപെടലാണ്. 99.99% of the time, God will lead you with the inward witness. 99% നിങ്ങളുടെ ഉൾ മനുഷ്യരുമായിട്ട് ദൈവം ഇടപെടുവാൻ തക്കോണം ഇടയാകുന്നു. In the book of 1 Corinthians, chapter 6 and verse 17, 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, he that is joined unto the Lord is one spirit with the Holy Spirit. അവിടെ പറയുന്നു, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു എന്ന്. When you are born again, the Holy Spirit connects with you in your born again spirit. നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആത്മാവിനോട് ചേർന്ന് പറ്റിച്ചേരുന്നു എന്ന് വായിക്കുവാൻ സാധിക്കുന്നു.
God is a spirit being, and when he talks to you, he will talk to your spirit. ദൈവം ആത്മാവാക്കിയാൽ ദൈവം നിങ്ങളുടെ ആത്മാവിനോട് ഇടപെടുവാൻ തക്കവണ്ണം ഇടയാകും. God is not a mind or a body. He does not speak to your mind. ദൈവം ഒരു മനസ്സോ അല്ലെങ്കിൽ ഒരു ശരീരമോ അല്ല. അത് നിങ്ങളുടെ മനസ്സിനോട് ദൈവം സംസാരിക്കുന്നതുമില്ല. But when God speaks to you, the Holy Spirit will speak only to your spirit on the inside of you. എന്നാൽ ദൈവം സംസാരിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിനോട് നിങ്ങളുടെ ആത്മാവുമായിട്ട് അത്രേ അത് ബന്ധപ്പെടുന്നതും നിങ്ങളുടെ ആത്മാവിനോട് ചേർന്ന് സംസാരിക്കുമ്പോൾ തക്കവണ്ണം The ഇടയാകും. way this works is God speaks to your spirit, and your spirit speaks to your mind. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ദൈവം നിങ്ങളുടെ ആത്മാവുമായിട്ട് സംസാരിക്കുന്നു, നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് അചിന്തയെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തി തരുന്നു. God does not speak to your emotions. He does not speak to your feelings. He speaks to your spirit. ദൈവം നിങ്ങളുടെ വികാരത്തോടോ അല്ലെങ്കിൽ നിങ്ങളുടേതായിരിക്കുന്ന വിവേകത്തോടോ അല്ല ദൈവം സംസാരിക്കുന്നത്. ദൈവം നിങ്ങളുടെ ആത്മാവിനോട് അത്രേ ഇടപെടുന്നത്. When you are born again, you are like a baby in the spirit. നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നിങ്ങൾ ഒരു കുഞ്ഞിന് സമമാകുന്നു. ആത്മാവിൽ നിങ്ങൾ ഒരു കുഞ്ഞിന് സമമാകുന്നു. You are a citizen of heaven. You are a child of God, but you're still a baby in the spirit. നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ അവകാശിയാണ്, ദൈവത്തിന്റെ പൈതലാണ്. എന്നാലും നിങ്ങൾ ആത്മാവിൽ നിങ്ങൾ ഒരു ശിശുവാകുന്നു. And I'm going to be teaching you how to cause your spirit to grow just like you would feed a newborn natural baby to grow. ഒരു കുഞ്ഞിന് ഒരു ജനനം പ്രാപിച്ച ഒരു കുഞ്ഞ് എപ്രകാരം വളരുവാൻ തക്കവണ്ണം സാധിക്കുന്നുവോ അപ്രകാരം തന്നെ നിങ്ങളുടെ ആത്മീയത്തിൽ നിങ്ങൾക്ക് വളരുവാൻ തക്കവണ്ണം എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളോട് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. In the book of Peter, he says, as newborn babes, desire the milk of the word that you may grow thereby. പത്രോസിന്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, ഒരു വ്യക്തി വളരുവാൻ തക്കവണ്ണം എപ്രകാരം പാല് ആവശ്യമാകുന്നു അതുപോലെ ദൈവത്തിന്റെ വചനം പാലാകുന്ന As you രീതിയിൽ നമ്മൾ grow, ഭക്ഷിക്കേണ്ട you will ആവശ്യമാണ്. learn to hear the voice of God, and it will always be in your spirit, not in your mind. നിങ്ങൾ ദൈവത്തിന്റെ വചനം നിങ്ങൾ കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിലല്ല, അത് നിങ്ങളുടെ ആത്മാവുമായിട്ട് അത്രേ അത് ഇടകലരുന്നത്. In the book of 1 Corinthians chapter 3 and verse 16, 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ it says, you are the temple of God, and the Holy Spirit dwells on the inside of you. അവിടെ വായിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും. When you're born again, the Holy Spirit is in you, and he will never leave you. നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരികയും ഒരു നാളും നിങ്ങളെ വിട്ടു പോകുവാൻ തക്കവണ്ണം ഇടയാകത്തില്ല. He is there to guide you and to help you and to give you advice from God what to do about things. പരിശുദ്ധാത്മ നിങ്ങൾ വസിക്കുകയും നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയും എപ്രകാരം ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് തർജ്ജമ ചെയ്ത് തരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിടെയാകും. In the book of 1 John chapter 4 and verse 4, 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ it says, greater is he that is in you than he that is in the world. ഇങ്ങനെ വായിക്കും, നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ അത്രയെന്ന്. You may not always feel God in your emotions, but he is always there, even when you make mistakes. നിങ്ങൾ തെറ്റുകൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പലപ്പോഴും ദൈവത്തെ നിങ്ങൾക്ക് അറിയുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല, പക്ഷെ എപ്പോഴും പരിശുദ്ധാത്മാക്കൂടെ ദൈവം നിങ്ങളൂടെ ഉണ്ട്. And you can quench the Holy Spirit. നിങ്ങൾ പലപ്പോഴും പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കാറുണ്ട്, ദൈവത്തെ നിങ്ങൾ ദുഃഖിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും. But after you are born again and become a Christian, the Holy Spirit will never leave you. He's always there. എന്നാൽ നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരു നാളും നിങ്ങളെ വിട്ടു പോവുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്.
In the book of Galatians, chapter 5 and verse 16, ഗലാത്യർ 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ it says, "Walk in the Spirit, and you will not fulfill the lust of the flesh." അവിടെ പറയുന്നു, ആത്മാവിനനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിർവഹിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. Literally, you are to be led by your born again human spirit. അവിടെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നത്, ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണ പ്രകാരമാണ് നിങ്ങളുടെ ജീവിതം നയിക്കേണ്ടതെന്ന്. The Holy Spirit will speak to your spirit, and your spirit will speak to your mind. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവുമായിട്ട് സംസാരിക്കുകയും നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾക്ക് അതിന്റെ പകരം തരുവാൻ തക്കോണമിടയാകും. In 1 Corinthians chapter 14 and verse 14, 1 കൊരിന്ത്യർ 14-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ it's talking about praying by speaking in other tongues. അവിടെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് കാണുവാൻ തക്കോണം സാധിക്കുന്നു. When you pray in other tongues, it is your spirit speaking through your own mouth. അവിടെ വായിക്കുന്ന അന്യഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് അത്രേ നമ്മളോട് ഇടപെടുന്നതും നമ്മളോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. The Amplified Bible says, "My spirit by the Holy Spirit prays in other tongues." അവിടെ ആംപ്ലിഫൈഡ് ബൈബിൾ പ്രകാരം പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ആത്മാവ് എന്നോട് കൂടെ സംസാരിക്കുന്നു എന്ന്. We are going to be learning more and more about our spirit that is on the inside of us. കൂടുതൽ നമ്മൾ നമ്മുടെ ഉൾ മനുഷ്യനെ കുറിച്ച് നമ്മൾ പഠിക്കുവാൻ തക്കോണം പോവുകയാണ്. In the book of Proverbs, chapter 20 and verse 27, സദൃശവാക്യങ്ങൾ 20-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, the spirit of man is the candle of the Lord. അവിടെ പറയുന്ന മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം ആകുന്നു എന്ന്. It searches all the inward parts of the belly. അത് ഉദരത്തിന്റെ അറകളെ ഒക്കെയും ശോധന ചെയ്യുന്നു എന്ന് വായിക്കുവാൻ സാധിക്കുന്നു. In the book of Colossians, chapter 3 and verse 15, കൊലോസ്യർ 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, this will be the key verse in this Bible study. ഇന്നത്തെ ഈ വേദപഠനത്തിൽ ഏറ്റവും മുഖ്യമായിരിക്കുന്ന വാക്യം ഇതായിരിക്കും: Let the peace of God rule in your hearts. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. This is talking about the inward witness of your spirit. നിങ്ങളുടെ ആത്മാവിൽ ഉൾമനുഷ്യനെ കുറിച്ച് അത്ര ഇത് വ്യക്തമായിട്ട് പറയുവാൻ തക്കമിടയാകുന്നത്. It is important that you learn to listen to your spirit, because God will guide you this way in everything. ഇത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. നിങ്ങളുടെ ആത്മാവിനോട് നിങ്ങൾ അനുസരിക്കണം എന്നുള്ളത്. കാരണം ദൈവം നിങ്ങൾ ആത്മാവിനോട് സംസാരിക്കുകയും നിങ്ങളെ നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുവാൻ തക്കമിടയാകുന്നു. I want to look at this verse in the Amplified Bible. ആംപ്ലിഫൈഡ് ബൈബിളിന്റെ പ്രകാരം ഞാൻ നിങ്ങളോട് ഇതിനോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. Let the peace, let the soul harmony of Christ. ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിൻ്റെതായിരിക്കുന്ന സകലവിധമായിരിക്കുന്ന സഹകരണവും, let it rule, let it be like an umpire in your heart. അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും പ്രധാനമുള്ള ഒരു സ്ഥായിയായി മാറട്ടെ എന്ന്. Let the peace of God in your heart answer and be the final decision maker for every question. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ വിഷയങ്ങളിന്മേൽ, നിങ്ങളുടെ ആവശ്യങ്ങളിന്മേൽ അതൊരു തീരുമാനമാകുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അതൊരു പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. God gives every believer this inward witness to guide us in every question and thing that we have. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് മറുപടി നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ ഒരു ഉൾമനുഷ്യന് നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇവിടെ ആകുന്നു.
Yes, sometimes God may speak in an audible voice or dreams or visions, but this is the number one way God speaks to every believer. അത് ചിലപ്പോൾ നമ്മൾ ദൈവ ശബ്ദം പല രീതിയിൽ കേട്ടെന്ന് വരും, ചിലപ്പോൾ ദർശനങ്ങളിലെ കൂടെ വെളിപ്പാടിലെ കൂടെ നമ്മൾ ദൈവത്തെ അറിഞ്ഞെന്ന് വരും. പക്ഷെ എന്നാൽ വ്യക്തമായിട്ട് ദൈവം വളരെ അധികം സംസാരിക്കുന്നത് നമ്മുടെ ആത്മാവിനോട് കൂടെയാണ്, പരിശുദ്ധാത്മാവിനോട് കൂടെയാണ്. It is you and it is our responsibility to develop and learn to listen to the Holy Spirit inside of us. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ വിവേചിച്ചറിയുകയും നമ്മൾ അനുസരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു വിഷയമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന വിഷയവുമാകുന്നു. In the book of Matthew, chapter 4 and verse 1, മത്തായി സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, then was Jesus led of the Spirit into the wilderness to be tempted of the devil. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയെന്ന്. When Jesus was here in a human body, he was led by the Spirit on the inside of him. ഇവിടെ യേശുക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിലായിരുന്നു, ആത്മാവിനാൽ നടത്തപ്പെട്ടിരിക്കുന്നു എന്നിവിടെ വായിക്കുവാൻ സാധിക്കുന്നു. We're talking about developing the born again human spirit inside of us. ഒരു മനുഷ്യനിൽ വീണ്ടും ജനനം പ്രാപിച്ചതായിരിക്കുന്ന അല്ലെങ്കിൽ ജനനം പ്രാപിച്ചിരിക്കുന്ന ആത്മാവിനെ കുറിച്ചത്രേ, പരിശുദ്ധാത്മാവിനെ കുറിച്ചത്രേ നമ്മൾ കാണുവാനിടയാകുന്നത്. In the book of John, chapter 3 and verse 6, യോഹന്നാൻ 3-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, that which is born of the flesh is flesh, that is born of the spirit is spirit. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു എന്നവിടെ വായിക്കുവാൻ സാധിക്കുന്നു. When you're born again, you're not made new in your body and not in your soul, but only your spirit. നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നിങ്ങളെ ശരീരത്തിലല്ല നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കുന്നത്, നിങ്ങളെ ആത്മാവിൽ അത്രയും നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കുന്നത്. The Bible tells us that God is the Father of spirits. വേദപുസ്തകപ്രകാരം പഠിപ്പിക്കുന്നു ദൈവം പരിശുദ്ധാത്മാവിന്റെ പിതാവാകുന്നു എന്ന്. 1 Corinthians chapter 2 and verse 9, 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, eye hath not seen nor ear heard what God has prepared for his children. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടുമില്ല. Sometimes Christians only quote that verse and they say, nobody knows what God has prepared for us. പലപ്പോഴും ക്രിസ്ത്യാനികൾ ഈ വാക്ക് മാത്രം എടുത്ത് ഇങ്ങനെ പറയുന്നു, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആർക്കും അറിയാൻ സാധിക്കുന്നില്ല എന്ന്. But in verse 10 it says, but God has given us the Holy Spirit to show us the things that he has for us. എന്നാൽ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്മേൽ എന്തെല്ലാം തരണം എന്നുള്ളത് പരിശുദ്ധാത്മാവ് നമ്മളോട് വെളിപ്പെടുത്തി തരുന്നു എന്നവിടെ വായിക്കുവാൻ സാധിക്കുന്നു. He has revealed the things of God to us by the Holy Spirit talking to our spirit. പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മളോട് ഇടപെടുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ഇടയാകുന്നു. So we're talking about the inward witness that is on the inside of every person that's born again. വീണ്ടും ജനനം പ്രാപിച്ച ഓരോ വ്യക്തികളിലെയും ഉള്ള ഉൾ മനുഷ്യനെ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഉൾ മനുഷ്യനെ അത്രയും നമ്മൾ ഇന്ന് പഠിക്കുവാൻ തക്കൊണ്ട് ഇടയാകുന്നത്. In the book of 2 Corinthians chapter 4 and verse 7, 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, it says, we have this treasure in an earthen vessel. അവിടെ പ്രകാരം വായിക്കുന്നു, ഈ ഭൂമിയിൽ നമുക്ക് ഒരു നിക്ഷേപമുണ്ട് എന്ന്. So the excellency will be of God and not of us. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, അത് ദൈവത്തിന്റെ ദാനം അത്രയെന്ന്. In Romans chapter 8 and verse 14,
റോമർ 8-ാം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, As many as are led by the Spirit of God, they are the children of God. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു എന്നോട് വായിക്കുവാൻ സാധിക്കുന്നു. In another translation, it says, the Holy Spirit is constantly leading his children. മറ്റൊരു തർജ്ജമ പ്രകാരം വായിക്കുന്നു, ദൈവത്തിന്റെ ജനത്തെ പരിശുദ്ധാത്മാവ് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. Sometimes we feel like we are hearing from God, and sometimes we don't think we're hearing from God. ചില സമയങ്ങൾ നമ്മൾ ഇപ്രകാരം ചിന്തിക്കുന്നു, നമ്മൾ ദൈവത്തിന്റെ സ്ഥാനം നമ്മൾ കേൾക്കുന്നു എന്ന്. എന്നാൽ ചില സമയം ദൈവത്തിന്റെ ശബ്ദം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കാതെ പോകുന്നു. But the Bible tells us the Holy Spirit is constantly, he is always leading us constantly. എന്നാൽ വേദവസ്തു ഇപ്രകാരം പഠിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മളെ നിരന്തരമായി നമ്മളോട് ഇടപെട്ടുകൊണ്ടേയിരിക്കും, നമ്മളെ നയിച്ചുകൊണ്ടേയിരിക്കുന്നു, നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. The Holy Spirit will lead you about natural things and about spiritual things. ആത്മീയ കാര്യം മാത്രമല്ല, ഭൗതികമായിരിക്കുന്ന വിഷയങ്ങളിൽ മേൽ എപ്രകാരം നയിക്കണം എന്നുള്ളത് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. He will guide you through every day to make every decision. ദൈവം പരിശുദ്ധാത്മ മുഖാന്തരം ഓരോ ദിവസവും നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ വിഷയങ്ങൾ എപ്രകാരം ആയിരിക്കണമെന്ന് നമ്മളോട് സംസാരിക്കാൻ ഇടപെടുകയും ചെയ്യും. He is with you on the inside of you to help you to make the best decisions in everything. ദൈവം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലായിരിക്കൊണ്ട് നിങ്ങൾ എപ്പോഴും നല്ല തീരുമാനങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ കൂടെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. He always wants the best for you, and he is there to strengthen you and to help you do the best things. ദൈവം എപ്പോഴും നിങ്ങൾ നല്ലത് മാത്രം ആഗ്രഹിക്കുന്നു, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നും ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. The Holy Spirit is constantly leading if we will just learn to listen to his leading. പരിശുദ്ധാത്മാവ് നിരന്തരമായിട്ട് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നാൽ നമ്മൾ ആ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാനും നമ്മൾ പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ തക്കോണം നമുക്ക് ഇടയാകണം. If you have a radio or television, sometimes you're trying to get onto the right station. ഒരു ടെലിവിഷനോ ഒരു റേഡിയോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ ശരിയായിരിക്കുന്ന സ്റ്റേഷൻ ഏതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ തക്കോണം നിങ്ങൾ അതിനെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കും. And you continue to work with the device, and finally you say, yes, now I have it, now I can see it, now I can hear it. നിങ്ങൾക്ക് ആ സിഗ്നൽ ലഭിക്കുന്നത് വരെയും നിങ്ങൾ അത് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പറയും, ഞാനത് സാധിച്ചെടുത്തു എന്ന് പറയുവാൻ തക്കണം ഇടയാകും. But the radio waves were coming through the air all the time continuously. എന്നാൽ ആ റേഡിയോ സിഗ്നൽ എന്ന് പറയുന്നത് ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലും അത് എപ്പോഴും നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. Just because your radio wasn't getting the signal was there all the time. നിങ്ങൾ ആ സിഗ്നൽ എപ്പോഴും നമുക്ക് ചുറ്റിലുമുണ്ട്, പക്ഷെ നിങ്ങളുടെ റേഡിയോ അത് സ്വീകരിക്കുവാൻ സാധിച്ചില്ല എന്നുള്ളതാകുന്നു മനസ്സിലാക്കേണ്ടത്. And it is that way with the Holy Spirit. He is constantly leading if we will constantly listen to his leading. നമ്മൾ അപ്രകാരം തന്നെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിരന്തരമായി നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളും പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടപെടണം, നമ്മളെ നയിക്കുവാൻ തക്കവണ്ണം. We have a great treasure on the inside of us for every believer. എല്ലാ വിശ്വാസികൾക്കും ദൈവം ഒരു ദാനം നമ്മുടെ ഉള്ളിൽ നൽകിയിട്ടുണ്ട്. And we are teaching in these Bible lessons how to be led by the Holy Spirit that is in our spirit. നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് എപ്രകാരം നമ്മൾ നയിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പഠനമായിരുന്നു നമ്മൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. I want you to pray this prayer out loud to receive Jesus Christ as your Savior. ഈ സമയം യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ തക്കവണ്ണം ഈ പ്രാർത്ഥന എന്നോട് കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. I believe Jesus Christ is the Son of God. ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാകുന്നു എന്ന്. He is the only way for me to be saved and go to heaven when I die. ഞാൻ മരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് ആത്മാവ് കടന്നു പോകുവാൻ ഏക വഴി ക്രിസ്തു മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
I believe he died on the cross and rose from the dead to forgive me of my sins. എന്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ തക്കവണ്ണം താൻ ക്രൂശിൽ മരിക്കുകയും താൻ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Right now, I receive Jesus as my Savior in my heart. എന്റെ ഹൃദയത്തിൽ ഞാൻ ഈ സമയം യേശുവിനെ എന്റെ സ്വന്തം രക്ഷിതാവായി ഞാൻ സ്വീകരിക്കുന്നു. If you prayed that prayer from your heart, then you're born again and you are a child of God. നിങ്ങൾ ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അടുത്ത് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ച് ദൈവത്തിന്റെ പൈതലായി മാറിയിരിക്കുന്നു. Get into a good church, get a Bible, and learn day by day more and more about Jesus. He loves you so much. നിങ്ങൾ നല്ലൊരു സഭയിലേക്ക് കടന്നു പോവുകയും ദൈവത്തിന്റെ വചനം നിരന്തരമായി പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ആത്മീയമായിരിക്കുന്ന നിലവാരത്തിൽ നിങ്ങൾ വളരുകയും ചെയ്യുക. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങൾ എല്ലാ കാര്യത്തിലും ദൈവത്തിന്റെ കരം കൂടിയിരിക്കുകയും ചെയ്യും. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.